എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അടിപൊളി ബ്രാൻഡാണ്. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഇതേപോലെ സ്റ്റിഫായിട്ടാണ് കിട്ടേണ്ടത്. ഈ ഒരു ക്രീം ടെക്സ്ചറിലാണ് വേണ്ടത്. 2 ബൂസ്റ്റിൻ്റെ പാക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വേണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ബൂസ്റ്റും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓവറായിട്ട് നമുക്ക് സ്റ്റിഫ് ആകാനും പാടില്ല. നല്ലൊരു ക്രീം ടെക്സ്ചറിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബോട്ടിലുള്ള മിൽക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പാക്ക് ബൂസ്റ്റാണ്. ബൂസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു ബ്രൗൺ കളറുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. അങ്ങനെ പുഡിംഗ് ട്രേയിൽ ബ്രെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിൽക്കിലേക്ക് ബൂസ്റ്റൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ബ്രെഡിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ വിപ്പിംഗ് ക്രീം എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ബ്രെഡെല്ലാം ഓരോന്നോരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ബൂസ്റ്റിൻ്റെ അതൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിപ്പിംഗ് ക്രീം തന്നെ ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ലാസ്റ്റ് ലുക്ക് കാണാം. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് വിത്ത് ബൂസ്റ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.